ഹൈ മച്ചന്മാരെ, ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ പോക്സി സെർവറിൻ്റെ ആൻഡ്രോയിഡ് 10 കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നോക്കാൻ പോകുന്ന നമ്മൾ ആൻഡ്രോയിഡ് ലെവൽ 12, 13, 14, 15 അതുപോലെ iOS-നകത്തും PC-നകത്തും എങ്ങനെയാണ് പ്രോക്സി സെർവർ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇത് ഡയറക്റ്റ് ലിങ്കാണ്, പക്ഷേ കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ റോഡ് ടു 10K ആണ്, എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോക്സി സെർവറിനകത്ത് കയറണമെങ്കിൽ എങ്ങനെ പോയാലും രാത്രി 10 മണിക്കായിരിക്കും സ്റ്റോക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ രാത്രി 10 മണി തൊട്ടിട്ട് 5 മണി വരെയാണ് ഈ സെർവറിനകത്ത് ആക്സസ് ഉള്ളത്. ഞാൻ 2-3 ദിവസം ഇരുന്ന് ട്രൈ ചെയ്തു, ഞാൻ നോക്കിയിട്ട് എനിക്ക് നടന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ സ്ക്രീനകത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ വേറൊരാളുടെ വീഡിയോ ആണ്. ജസ്റ്റ് ഞാൻ അന്ന് എങ്ങനെ കാര്യം എക്സ്പ്ലെയിൻ കാര്യങ്ങളൊക്കെ ചെയ്തുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ UG ഫോൺ സെർച്ച് ചെയ്യുക. ഓക്കെ, UG ഫോൺ നോർമലായിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, UG ഫോൺ ജസ്റ്റ് സെർച്ച് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. UG ഫോൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി 10 മണി തൊട്ടിട്ട് രാവിലെ 5 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡയമണ്ട്. ഓക്കെ, ആ സ്റ്റോക്ക് ഇഷ്യൂ നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് സ്റ്റോക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന്, ഡയമണ്ട് മേടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ. അപ്പോൾ ഡയമണ്ടിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 10 മണിക്കാണ് നിങ്ങൾക്ക് ഇതുള്ളത്. ഓക്കെ, 9 മണി തൊട്ടിട്ട് ഈ ഒരു ടൈം ആകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 4 മണിക്കൂറിന് ആക്സസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിനോട്ട് നിങ്ങൾ ആദ്യം മേടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിലുള്ള ഒരു Gmail കാര്യങ്ങളൊക്കെ ഇട്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഈ സ്റ്റെപ്സ് മിക്ക എല്ലാവർക്കും അറിയുമായിരിക്കും, നേരത്തെ ചെയ്ത എല്ലാവർക്കും. അതിന് ശേഷമുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് ആപ്പിൻ്റെ മോഡിൻ്റെ കാര്യങ്ങൾ, ലിങ്ക്, അതുപോലെ തന്നെ കോഡ്, IP, അതുപോലെ പോർട്ട് ലിങ്ക്, ഹോസ്റ്റ് ലിങ്ക്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റയ്ക്കകത്ത് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൻ്റെ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിന് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക, കോൾ കാര്യങ്ങളൊന്നും ചെയ്യില്ലേ. ഓക്കെ, അതിന് ശേഷം ക്രോം ഓപ്പൺ ചെയ്യാം. ഓക്കെ, UG ഫോണിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക, ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മോഡ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യണം. മോഡ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഈ മോഡിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, എക്സ് മോഡ് പറഞ്ഞിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിനകത്ത് ഫസ്റ്റ് കൊടുക്കുന്ന ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുപോലെ ആപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതുപോലെ റൂട്ട് ലിങ്ക് ഉണ്ട്. ഓക്കെ, 3 കാര്യങ്ങളുണ്ട്. ഓക്കെ, 3 നിങ്ങൾ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ വീഡിയോനകത്ത് ചെയ്യാൻ മതി. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളും കാണാൻ പറ്റുന്നതായിരിക്കും, സർട്ടിഫിക്കറ്റ്, ഫയൽ, ഇതൊക്കെ. അപ്പോൾ ഇത് ഹാംഫുൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഫോണിനകത്ത് എന്താ വെച്ചാൽ ആൻഡ്രോയിഡ് 15 ആണ്. ഓക്കെ, 15 ആണ്. ഞാൻ രാത്രി 2 ദിവസം 10 മണിക്ക് വരെ ഇരുന്ന് നോക്കി, രാത്രി 3 മണി വരെ നോക്കിയതായിരുന്നു. അപ്പോൾ എനിക്ക് സപ്പോർട്ടായില്ല. ഇനിയിപ്പോൾ 15 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനിപ്പോൾ ചെയ്തതിന് ശേഷം ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വേറെ ഫോണിനകത്ത് നോക്കാൻ വിചാരിച്ചാണ്, പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ നോക്കാൻ വയ്യാന്ന് വിചാരിച്ചു, എക്സാംസൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ടൈമുള്ളവർ. ഓക്കെ, ഇതിനകത്ത് കാണിക്കുന്ന പോലെ സെയിം പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കൊണ്ട് നോക്കിയാൽ മതി. ഇതിനകത്ത് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതാണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ റെക്കോർഡ് ചെയ്തൊരു ക്യാപ്റ്റൻ പറഞ്ഞ ആളുടെയാണ്. ഓക്കെ, ചാനൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ ആളുടെ ലിങ്ക്, അയാളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങൾ, ടെലിഗ്രാമിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തന്നെ ആളുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ആളെ എക്സ്പ്ലെയിൻ അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് വീഡിയോ ആഡ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ സൗണ്ട് എഫക്റ്റ് മാത്രം ചെയ്യുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ എനിക്ക് തന്നെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ഫോണിനകത്ത് ചെയ്യാമെന്ന് ജസ്റ്റ് നടന്നില്ല. പിന്നെ എല്ലാവരും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് അവസാനം പറഞ്ഞു വരില്ലേ പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, 2 കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പോക്സി ക്ലൗഡ് എന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം വീണ്ടും സൈൻ ഇൻ ചെയ്യുന്നില്ല. പിന്നെ സൈൻ ഇൻ ചെയ്യാം. പിന്നെ പിന്നെ അക്കൗണ്ടിൻ്റെ നെയിം കാര്യങ്ങൾ, ഓക്കെ, ഇമെയിൽ കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഇമെയിൽ വെച്ചായിരിക്കുമ്പോൾ ലോഗിൻ ചെയ്യേണ്ടി വരും തോന്നണം. ഓക്കെ, എത്ര ഫോണിനകത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല, ഗൂഗിൾ സർവീസ് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോർ ലോഗിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എന്തായാലും വെൽക്കം ടു പ്ലേ സ്റ്റോർ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളിനി ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഫ്രീ ഫയർ മാക്സും പറ്റത്തില്ല, ഫ്രീ ഫയർ. ഓക്കെ, അതിനകത്ത് തന്നെ നോക്കുമ്പോൾ നിങ്ങൾ ഗസ്റ്റ് ID തന്നെ ലോഗിൻ ചെയ്യാൻ നോക്കുക. മെയിനായിട്ടുള്ള ID ലോഗിൻ ചെയ്യരുത്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ID ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും നേരത്തെ ലോഗിൻ ആയിട്ടുള്ള IDയിലോട്ട് ലോഗിൻ ആവുകയാണെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ ഒന്ന് ലോഗൗട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ID ബാൻ കിട്ടാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഒരു ഇഷ്യൂ കൊണ്ടാണ്. പിന്നെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, മേലെ 480. ആ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ഞാൻ ചെയ്തപ്പോൾ വന്നില്ല. എൻ്റെ ഡയറക്റ്റ് ഇങ്ങനെ പോക്സി സെർവറിൻ്റെ ഇൻ്റർഫേസ് കാണിച്ചു,
ആദ്യം കുറച്ച് ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ അതിൻ്റെ ആൻഡ്രോയിഡ് 10-നകത്തായിരുന്നു ഒരു പഴയ ഡിവൈസിനകത്ത്. ഇപ്പോൾ അതിന് ശേഷമുള്ള ഡിവൈസാണ് ഇപ്പോൾ ഞാൻ നോക്കിയത്, അതിൻ്റെ വീഡിയോ കിട്ടാതെ പോയത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വരട്ടെ. നമ്മൾ ബിഗിനറല്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. അതാകുമ്പോൾ മാപ്പിലോട്ട് ലോഡിങ് കാര്യങ്ങളും ആവത്തില്ല. ഇത്രയും വന്നതിന് ശേഷം വീണ്ടും ബാക്ക് അടിച്ചിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഇനിയും ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഡയമണ്ടും വന്നിട്ടില്ല, ഒരു ബോട്ട് അക്കൗണ്ട് തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു ബോട്ട് അക്കൗണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇത്രയും ഫുൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ അക്കൗണ്ട് ഇതാവാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും കളക്ഷൻ ഫുൾ ഡൗൺലോഡ് ആക്കി ഇടുക നോക്കണമെങ്കിൽ ഡൗൺലോഡ് ആക്കി ഇട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് യു ജി ഫോൺ വരെ എടുക്കേണ്ട ആവശ്യമുണ്ട്. യു ജി ഫോണാണോ ഇതാണ് എടുക്കുന്നതെന്ന് അറിയത്ത്. ബാക്ക് അടിച്ചിട്ട് പിന്നെ മറ്റേ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൂട്ട് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം മോഡിഫൈ. ഓക്കെ, മോഡിഫൈനോടെ ബട്ടൺ ഉണ്ട്, അത് ഓൺ ആക്കുക. ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇത് കൊടുക്കുക മോഡിഫൈ. അപ്പോൾ സക്സസ്ഫുൾ എന്ന് ഇത് കാണിക്കും. അതിന് ശേഷം ഫോൺ ജസ്റ്റ് ഒന്നൊരു 10 സെക്കൻഡ് ഇങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കും. ആ ഫോൺ ഓഫ് റീസ്റ്റാർട്ട് ആവണമല്ല, ജസ്റ്റ് ആപ്പ് ഒന്ന് ഓൺ ആവണതാണ്. അതിൻ്റെ സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. അതിന് ശേഷം പുള്ളിക്കാരൻ ടെലിഗ്രാം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനകത്ത് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചെയ്യാനുള്ള റൂട്ട് സർട്ടിഫിക്കറ്റിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് അയാളുടെ ലിങ്കിനകത്ത് കയറിയാൽ മതി. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ളത് തന്നെ, നമ്മൾ നേരത്തെ വീഡിയോനകത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഫസ്റ്റത്തെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ. ഇതിന് ശേഷമുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, പഴയതല്ല. പുതിയ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെയാണ്. ഡയറക്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഡയറക്റ്റ് അല്ല, സേഫായിട്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിനകത്ത് നോക്കുന്നത്. സേഫായിട്ട് നേരത്തെ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഡാറ്റ ലീക്കിങ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് നേരത്തെ പോക്കി സെർവറിൻ്റെ ലിങ്ക്. ഇതിനകത്ത് അത്ര വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഈ വീഡിയോനകത്ത് സ്ക്രീൻ കാണുമ്പോൾ ചെയ്യുക. മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്ര വീഡിയോനകത്ത് ക്വാളിറ്റി അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ പറഞ്ഞ ആളുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് കയറി നോക്കിയാൽ തന്നെ മതിയാവും. ഓക്കെ, പിന്നെ ഹോസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കുക. ഹോസ്റ്റിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം, ലിങ്ക് കാര്യങ്ങളൊക്കെ. ഓക്കെ, ലിങ്കും അതുപോലെ പോർട്ടിൻ്റെ കോഡും ഹോസ്റ്റിൻ്റെ കോഡ് രണ്ടിൻ്റെ കോഡ് കാര്യങ്ങൾ കൊടുത്തേക്കാം. ആൻഡ്രോയിഡിൻ്റെയും iOS-ൻ്റെയും രണ്ടിനും വേറെ വേറെ കോഡാണ്, അത് ശ്രദ്ധിച്ചൊന്ന് അടിക്കുക. ഓക്കെ, ഒരേപോലെ അടിച്ചു കൊടുക്കരുത്. അതുപോലെ PC-ക്ക് വേറെയാണ്. ഞാൻ ആൻഡ്രോയിഡിൻ്റെയും iOS-ൻ്റെയും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ PC വേണമെന്നുള്ളവരാണെങ്കിൽ എല്ലാം കൂടി ഡിസ്ക്രിപ്ഷനകത്ത് കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. വേണമെന്നുള്ളവർ ജസ്റ്റ് ഇൻസ്റ്റയ്ക്കകത്ത് മെസ്സേജ് അയച്ചാൽ മതി, PC പ്രോക്സി കോഡ് പറഞ്ഞിട്ട്. ഓക്കെ, എന്തെങ്കിലും മെസ്സേജ് അയക്കുക. മെസ്സേജ് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മതി, ഞാൻ നോക്കുക, ഓൺലൈൻ ഉള്ളപ്പോൾ നോക്കിക്കോളാം. ഇത്രയും ചെയ്ത ആ ഹോസ്റ്റും പോർട്ട് കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്രീ ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും നെറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ റീകണക്റ്റ് കാണിക്കേണ്ടത്. അപ്പോൾ ടെലിഗ്രാമിനകത്ത് ചെയ്തവൻ്റെ ബ്രൗസർ എടുത്ത പോലെ തന്നെ ടെലിഗ്രാമിനകത്ത് പോയിട്ട് ഹോസ്റ്റ് അതുപോലെ കോഡ് കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇത് വേണ്ട ജസ്റ്റ് അവൻ തന്നെ മെസ്സേജിന് വരും. കാരണം എനിക്ക് ഇവൻ്റെ ഫോൺ അത് ചെയ്തപോലെ എനിക്കറിയത്തില്ല. ഇത് ആൻഡ്രോയിഡ് ഏതാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ 14 13 ആണോ കൂടി എനിക്കറിയത്തില്ല. ഓക്കെ, അതിന് ചെറിയ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഡിവൈസിനകത്താണെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതിപ്പോൾ വോയിസ് ഓവർ ചെയ്യണമുണ്ടും ഇതിപ്പോൾ എങ്ങനെ വരുന്ന കൂടി എനിക്കറിയത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വോയിസ് ഓവർ ഇവിടെ നിർത്തണം. ജസ്റ്റ് ഞാനൊരു മ്യൂസിക് പ്ലേ ചെയ്തതിന് ശേഷം അങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഇത്രയും ചെയ്ത് തന്നെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ ബോക്സ് സെർവർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അൺലിമിറ്റഡ് ഡയമണ്ട് വന്നിട്ടില്ല. വന്നിട്ടുണ്ട്, ഡയമണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡയമണ്ട് അൺലിമിറ്റഡ് കാണുന്നില്ല. പക്ഷേ ആ ഒരു ബോട്ട് അക്കൗണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ലേ. ഒക്കെ ആ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫുള്ള് മാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. പിന്നെ അത് ഒരിക്കൽ കൂടി ഒന്ന് റീലോഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഡയമണ്ട് കാര്യങ്ങൾ കാണിക്കും. അതുപോലെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും. പോക്സി സ്വിച്ച് ഒന്ന് ജസ്റ്റ് ഓഫ് ആക്കുക, അതുപോലെ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ മതിയാവും. അപ്പോൾ ലാഗ് കാര്യങ്ങളൊക്കെ, ലാഗ് ഫിക്സ് കാര്യത്തിന് അവൻ ഇതിനകത്ത് വീഡിയോ തന്നെ പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് ഭയങ്കര ഡിലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ലാഗ് അടിച്ചിട്ടാണ് അവൻ്റെ പിങ് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. നമുക്ക് മേലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ സ്ലോ മോഷൻ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ലോ മോഷൻ എല്ലാം ഇടയ്ക്ക് ലാഗ് അടിക്കുന്നുണ്ട് അവന്. ഓക്കെ, അപ്പോൾ അതും കൂടി അവൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഒരു മ്യൂസിക് ആഡ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നോക്കിക്കോ.
monster inside of me. You better watch out if your enemy's a road ahead of full prophecy. To be the greatest beast the world has ever seen. I feed him every day like the bones clean. I feed him all the hate and he grows me. And he gets claws real big, pissed off quick. And if you cross him, you might drop dead. Metaphorically, of course, settling the score. Never getting bored, loves the blood and gore. Always wanting more, freedom from the source. They don't really understand until they feel the force. They're hard in. If you start shit, you be heartless in the darkness. Torn apart quick, you left scars ripped. You be chewed up and discarded. And this world ain't right, won't accept it. Negative energy, I expect it. Once it's in your mind, it's infectious. So fight for your life and reject